ഹാപ്പി ഉഗാദി ഓൾ. ഇന്ന് ഉഗാദിയായിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നാണ്. സാരിയൊക്കെ ഉടുത്തിട്ടാണ് അമ്പലത്തിൽ പോയത്. പോയിട്ടൊന്ന് സാരി ഒന്നും മാറിയിടാൻ സമയം കിട്ടിയില്ല. അപ്പോഴത്തേന് വിശക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും തുടങ്ങി. അപ്പം വളയൊക്കെ ഊരി വെച്ചതിന് ശേഷം വേഗം ഞാൻ അടുക്കളയിൽ കയറി ഇടിയപ്പത്തിനായിട്ട് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടാണ് പോയത്. പക്ഷേ പകുതി പൊടി ഭയങ്കര വെള്ളമായിപ്പോയി. പിന്നെ ബാക്കി വെള്ളം ആയതിനകത്തോട്ട് കുറച്ച് പൊടിയും കൂടി ഇട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യം കുറച്ച് ഉണ്ടാക്കി. പിന്നെ ബാക്കി തികയാത്തത് കൊണ്ട് വെള്ളമായിട്ടുള്ളതിനകത്തോട്ട് പിന്നെയും കുറച്ച് പൊടി വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ കഷ്ടപ്പെട്ട് ഇടിയപ്പം ഉണ്ടാക്കി. പിന്നെ ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ. ഗ്രീൻ പീസും ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ എന്നിട്ട് എന്താണ് അതിനകത്ത് കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടി ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് അതിനെ അങ്ങ് സെറ്റാക്കി തേങ്ങാപ്പാൽ ഒഴിച്ചു. അപ്പോൾ അങ്ങനെ ഗ്രീൻ പീസ് കറിയാക്കി. അങ്ങനെ ഉഗാദിയായിട്ട് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഇന്നിവിടെ. ബാക്കിയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. അരിയൊക്കെ ഒരു സൈഡ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഉച്ചയ്ക്കുള്ളത് തുടങ്ങണം. അപ്പോൾ ഇത്ര ആയിട്ടുണ്ട് ഇടിയപ്പവും ഗ്രീൻ പീസ് കറി. എനിക്ക് ഈ ഗ്രീൻ പീസ് കറി ഇടിയപ്പത്തിനോട് വലിയ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ എന്നാലും ഇവിടെ എല്ലാവർക്കും വേണ്ടതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.